ജാസ്മിന് ഗബ്രിയും പൂരടിയാണ് ലൈവില്. അവിടെ ടാസ്ക് കഴിഞ്ഞ സമയത്ത് അവിടെ ജാസ്മിന്റെ അടുത്ത് കട്ട കലിപ്പിലാണ് ഗബ്രി. ജാസ്മിൻ കുറെ പുറകെ വരുന്നുണ്ട്. ഗബ്രി പറഞ്ഞ എന്റെ പുറകെ വരണ്ട, ഞാൻ എന്താ ചെയ്യാ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ മാറി നടക്കാണ്. ജാസ്മിൻ ചോറൊക്കെ വാരി കൊടുക്കാൻ നോക്കിയ സമയത്ത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റുന്ന ഗബ്രിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ടാസ്കിന്റെ സമയത്ത് അവിടെ ജാസ്മിന്റെ ഭാഗത്തുനിന്ന്, ജാസ്മിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ കാര്യങ്ങളാണ് അവിടെ കൂടുതൽ ചൊടിപ്പിച്ചത് ഗബ്രിയെ. അവർ പറഞ്ഞിരുന്നു ടണൽ ടീമിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ടണൽ ടീമിനെ സംരക്ഷിക്കാനാണ് ഡെൻ ടീം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ടണൽ ടീം അവിടെ ബോംബ് എറിഞ്ഞിരുന്നു. അവിടെ ഒരു ബോംബ് എറിഞ്ഞിരുന്നു, പക്ഷേ അവിടെ ടണൽ ടീമിനെതിരെ. പക്ഷെ അവർ പിന്നീട് ചോദിച്ച സമയത്ത് ജിൻഡോ പറഞ്ഞു ഞങ്ങളുടെ ടീം അങ്ങനെ എറിഞ്ഞിട്ടേ ഇല്ല, എറിയത്തൂല്ല എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ചോദിച്ചപ്പോഴാണ് ശ്രീതു ഒരു ബോംബ് എറിഞ്ഞിരുന്നു എന്ന് സമ്മതിച്ചത്. പക്ഷെ ആ ഒരു ബോംബ് ടണൽ ടീമിൽ കാണുന്നില്ല. പക്ഷേ ആ ഒരു ബോംബ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് ടീമിന്റെ അടുത്താണ്. ആ ബോൾ എടുത്താണ്, ആ യെല്ലോ ബോംബ് എടുത്താണ് അവിടേക്ക് എറിഞ്ഞത്. ഗബ്രിയുടെ ദേഹത്ത് കൊണ്ടിട്ട്, മുഖത്ത് കൊണ്ടിട്ടാണ് ആ ബോംബ് താഴേക്ക് പോയത് എന്നാണ് ഗബ്രി പറയുന്നത്. തെളിവായിട്ട് ഗബ്രിയുടെ മുഖത്ത് മഞ്ഞ കളർ ഉണ്ട് താനും. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നെക്സ്റ്റ് ടീമിന്റെയും ഗബ്രിയുടെയും ചോദ്യം. അതിന് വ്യക്തമായ ഉത്തരം തരാനായിട്ട് ടണൽ ടീമിനോ അതുപോലെ ഡെൻ ടീമിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ ചൊടിപ്പിച്ചത് ഗബ്രിയെ. അതിന് മാത്രമല്ല, ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡെൻ ടീം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു എന്നുള്ളതും അവിടെ ഭയങ്കര കലിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ജാസ്മിന്റെ അടുത്ത് നന്നായിട്ട് വഴക്കുകൂടി രണ്ടുപേരും ഇപ്പൊ അടിയായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്.